ഇന്ത്യയിലെ പൊതുസ്ഥലങ്ങളിൽ മതചിഹ്നങ്ങൾ നിരോധിച്ചാൽ എന്ത് സംഭവിക്കും? സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും മതപരമായ ബഹുസ്വരതയുടെയും നാടായ ഇന്ത്യ, സമൂഹത്തിന്റെ ഘടനയിൽ വിശ്വാസത്തിന്റെ ആവിഷ്കാരം ആഴത്തിൽ വേരൂന്നിയ ഒരു രാജ്യമാണ്. ഓരോ മൂലയിലും, ഓരോ ക്ഷേത്രത്തിലും, പള്ളിയിലും, ഗുരുദ്വാരയിലും രാജ്യത്ത് തഴച്ചു വളരുന്ന നിരവധി മതപരമായ ആചാരങ്ങളുടെ തെളിവാണ്. ഇസ്ലാമിന്റെ ചന്ദ്രക്കല മുതൽ ക്രിസ്തു മതത്തിന്റെ കുരിശ്, ഹിന്ദു മതത്തിന്റെ തൃശൂലം, സിഖ് മതത്തിന്റെ കണ്ടം വരെയുള്ള മതചിഹ്നങ്ങൾ ഇന്ത്യയിലുടനീളമുള്ള പൊതുസ്ഥലങ്ങളിൽ നിരോധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം സങ്കല്പിക്കുക. ഇത് നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുന്ന രീതിയെ എങ്ങനെ ബാധിക്കും? ഈ നീക്കം കൂടുതൽ മതേതരത്വം കൊണ്ടുവരുമോ, അതോ ആളുകൾ രഹസ്യമായി അവരുടെ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കുന്നത് തുടരുന്ന കൂടുതൽ രഹസ്യ പ്രസ്ഥാനങ്ങളിലേക്ക് നയിക്കുമോ? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും സുപ്രധാന ഭാഗമായ മതപരമായ ടൂറിസത്തിന് എന്ത് സംഭവിക്കും? ഈ ചോദ്യങ്ങൾ ഞാൻ പര്യവേക്ഷണം ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിന്റെ കാതലായ ഭാഗമാണ്. ഈ വൈവിധ്യമാർന്ന രാജ്യത്ത് നമ്മെയും പരസ്പരം കാണുന്ന രീതിയെയും അടിസ്ഥാനപരമായി മാറ്റാൻ കഴിയുന്ന ഒന്ന്. ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മതചിഹ്നം ദൃശ്യമാകുന്ന ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പതാകകൾ മുതൽ മിനാരങ്ങളിലെ ചന്ദ്രക്കല വരെ മതചിഹ്നങ്ങൾ നിരോധിക്കുന്നത് വിപ്ലവകരമാണ്. പൊതുജനങ്ങളിൽ തങ്ങളുടെ വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തിലെ ഈ പെട്ടെന്നുള്ള സ്റ്റാർക്കായ മാറ്റവുമായി ആളുകൾ എങ്ങനെ പൊരുത്തപ്പെടും? പലർക്കും മതപരമായ ചിഹ്നങ്ങൾ അവരുടെ സ്വത്വത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, അവരുടെ വിശ്വാസത്തിന്റെ നേരിട്ടുള്ള പ്രകടനമാണ്. ഈ ചിഹ്നങ്ങളെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് അവരുടെ ആത്മീയതയുമായി ബന്ധപ്പെടാനും അവരുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ ഈ നിരോധനം ഒരു സങ്കീർണ സാഹചര്യം സൃഷ്ടിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ആദ്യ പ്രതികരണം ആശയക്കുഴപ്പവും അവിശ്വാസവുമായിരിക്കും. മതസമൂഹങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ ചിഹ്നങ്ങൾ പ്രിയപ്പെട്ടവർ, അവരുടെ വ്യക്തിത്വം അതിൻ്റെ ഏറ്റവും ദൃശ്യമായ ആവിഷ്കാരത്തിൽ നിന്ന് ഇല്ലാതാക്കപ്പെടുന്ന അവസ്ഥയിൽ ചെന്നെത്തിക്കും. സമൂഹത്തെ ഒന്നായി അലട്ടുന്ന കൂട്ടായ ഞെട്ടൽ സങ്കല്പിക്കാൻ മാത്രമേ കഴിയൂ. നെറ്റിയിലെ തിലകം, കഴുത്തിനു ചുറ്റുമുള്ള കുരിശ്, തലയിലെ തലപ്പാവ് എന്നിങ്ങനെ ആളുകൾ എല്ലായ്പ്പോഴും മതപരമായ ചിഹ്നങ്ങൾ ധരിച്ചിട്ടുണ്ട്. ഈ ചിഹ്നങ്ങൾ ഒരാളുടെ ഭക്തിയുടെ ദൈനംദിന ഓർമ്മപ്പെടുത്തലാണ്. എന്നാൽ അവർക്ക് ചുറ്റുമുള്ള ലോകത്തിന് ഒരാളുടെ വിശ്വാസത്തെ ഐഡന്റിഫൈ ചെയ്യാൻ സഹായിക്കുന്നു. ഈ ബാഹ്യ ചിഹ്നങ്ങളുടെ അഭാവം കൂടുതൽ സ്വകാര്യവും വ്യക്തിപരവുമായ വഴികളിലൂടെ തങ്ങളുടെ വിശ്വാസത്തെ നേരിടാൻ ആളുകളെ പ്രേരിപ്പിക്കും. ആളുകൾ എങ്ങനെ പ്രതികരിക്കും? ചിലർ അവരുടെ ചിഹ്നങ്ങൾ വളരെ രഹസ്യമായി ധരിക്കാൻ തീരുമാനിച്ചേക്കാം. ഒരുപക്ഷെ അവരുടെ വസ്ത്രങ്ങൾക്കടിയിൽ അല്ലെങ്കിൽ രഹസ്യ പോക്കറ്റുകളിൽ. അവരുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള കൂടുതൽ സൂക്ഷ്മമായ വഴികൾ സങ്കല്പിച്ചേക്കാം. ടാറ്റുകൾ, അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങളിൽ തുന്നിച്ചേർത്ത ചെറിയ ചിഹ്നങ്ങൾ, സ്കാർഫിന് കീഴിൽ ഒരു ക്രോസ്, അല്ലെങ്കിൽ കുർത്തയിൽ ചെറുതായി അച്ചടിച്ച ഒരു വിശുദ്ധ ഹിന്ദു ചിഹ്നം. എന്നിരുന്നാലും ചിലർ ഈ നിരോധനത്തെ എതിർക്കുകയും അവരുടെ മതചിഹ്നങ്ങൾ ധരിക്കുന്നത് തുടരുകയും നിയമത്തെ വെല്ലുവിളിക്കുകയും അവരുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവകാശം ഉറപ്പിക്കുകയും ചെയ്തേക്കാം. കൂടുതൽ ആളുകൾ നിയമങ്ങൾ മറികടക്കാനുള്ള വഴികൾ തേടും. മതപരമായ യോഗങ്ങളിലൂടെയോ സ്വകാര്യ ഇടത്തോ, അല്ലെങ്കിൽ ചിഹ്നങ്ങൾ കാണിക്കുന്നത് സൂക്ഷ്മമായ പ്രതിരോധ പ്രവർത്തനമായ രഹസ്യ ഗ്രൂപ്പുകളിലൂടെയോ ഇത്തരമൊരു നിരോധനത്തിന്റെ ആത്മീയവും വൈകാരികവുമായ ആഘാതം കുറച്ചു കാണാനാവില്ല. മതപരമായ നെക്ലേസ്, അല്ലെങ്കിൽ ഹിന്ദുക്കളും സിഖുകാരും മറ്റുള്ളവരും ധരിക്കുന്ന വിശുദ്ധ നൂലുകൾ ധരിക്കുന്നത് പോലുള്ള ചിഹ്നങ്ങൾ ഉൾപ്പെടുന്ന മതപരമായ ആചാരങ്ങളും സാരമായി ബാധിക്കും. ഈ ചിഹ്നങ്ങൾ പരസ്യമായി ധരിക്കാനുള്ള അനുമതിയില്ലായ്മയിൽ ആളുകൾ അവരുടെ വിശ്വാസത്തിൽ ഏർപ്പെടാൻ ബദൽ വഴികൾ തേടിയേക്കാം. ഇത് പൊതുമൂല്യനിർണ്ണയത്തിന്റെ ആവശ്യമില്ലാതെ ആന്തരിക ആത്മീയതയ്ക്കും ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾക്കും കൂടുതൽ ഊന്നൽ നൽകാൻ ഇടയാക്കും. പ്രതീകാത്മകതയേക്കാൾ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രഭാഷണങ്ങൾ മതനേതാക്കൾ നടക്കുന്നതായി സങ്കല്പിക്കാൻ കഴിയും. ഒരാളുടെ ഭക്തിയുടെ വിശുദ്ധിയേക്കാൾ ചിഹ്നങ്ങളെ ദ്വിതീയമായി കാണുന്ന മതസമൂഹങ്ങൾക്കുള്ളിൽ ഒരു ദാർശനിക മാറ്റം പോലും ഉണ്ടാകാം. പൊതുസ്ഥലങ്ങളിൽ മതചിഹ്നങ്ങൾ നിരോധിക്കുന്നതിനുള്ള പ്രധാന ന്യായീകരണങ്ങളിൽ ഒന്ന് മതേതരത്വം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യമായിരിക്കാം. സംസ്ഥാനം നിഷ്പക്ഷവും മതപരമായ സ്വാധീനത്തിൽ നിന്ന് മുക്തവുമാണെന്ന് ഉറപ്പാക്കുകയും ആകാം. സിദ്ധാന്തത്തിൽ ഈ നയം കൂടുതൽ മതേതര ഇന്ത്യയിലേക്ക് നയിച്ചേക്കാം. അവിടെ വ്യക്തികളെ അവരുടെ മതം കൊണ്ടല്ല, മറിച്ച് അവരുടെ സ്വഭാവം, ആശയങ്ങൾ, പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെയാണ് വിലയിരുത്തുന്നത്. ഈ അർത്ഥത്തിൽ മതേതരത്വം പൊതുമേഖലയിൽ ഒരു പ്രത്യേക വിശ്വാസവും ദൃശ്യമാകാത്ത കൂടുതൽ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം സൃഷ്ടിക്കാൻ ശ്രമിക്കും. എന്നിരുന്നാലും ഈ നയം യഥാർത്ഥ മതേതരത്വത്തിലേക്ക് നയിക്കുമോ, അതോ കൂടുതൽ വിഭജനം സൃഷ്ടിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് നിരോധനം കൂടുതൽ നിഷ്പക്ഷമായ ഒരു പൊതു ഇടം വളർത്താൻ കഴിയും. അവിടെ വ്യക്തികൾ മതപരമായ സ്വത്വങ്ങൾക്കപ്പുറം നോക്കാനും
അവരുടെ പങ്കിട്ട ദേശീയ സ്വത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. മതപരമായ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ ദൃശ്യ ഓർമ്മപ്പെടുത്തലുകളില്ലാതെ അത് ഇന്ത്യയിലെ വൈവിധ്യമാർന്ന ജനങ്ങൾക്കിടയിൽ ഐക്യബോധം സൃഷ്ടിക്കും. മതത്തിന്റെ കണ്ണിലൂടെ കാണുന്നതിന് പകരം പരസ്പരം സഹപൗരന്മാരായി കാണാൻ ഇത് ആളുകളെ പ്രോത്സാഹിപ്പിച്ചേക്കാം. ദീർഘകാലാടിസ്ഥാനത്തിൽ മതപരമായ ധ്രുവീകരണം കുറയ്ക്കാൻ ഇതിന് കഴിയും. പ്രത്യേകിച്ച് വ്യത്യസ്ത വിശ്വാസങ്ങളിൽ നിന്നുള്ള ആളുകൾ പരസ്പരം അടുത്ത് താമസിക്കുന്ന നഗരപ്രദേശങ്ങളിൽ. മതത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതു ചുവരുകൾ, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവയിൽ പ്രദർശിപ്പിക്കുന്നതിന് പകരം സ്വകാര്യ ഇടങ്ങളിലോ പ്രത്യേക മതപരമായ വേദികളിലോ ഒതുങ്ങുന്ന കൂടുതൽ നിഷ്പക്ഷമായ അന്തരീക്ഷമായി പൊതു ഇടം പരിണമിച്ചേക്കാം. എന്നിരുന്നാലും മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ഇന്ത്യയുടെ മതപരമായ വൈകാരികതയുടെയും ചിഹ്നങ്ങളോടുള്ള ആസക്തിയുടെയും ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഇത് കൂടുതൽ സാധ്യതയുള്ളതായി കാണുന്നു. ഈ നീക്കം വളരെ രഹസ്യമായ മതപ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയിലേക്ക് നയിച്ചേക്കാം. അവരുടെ ചിഹ്നങ്ങളോട് ശക്തമായ അടുപ്പമുള്ള ആളുകൾ പൊതു ഇടങ്ങളിൽ നിന്ന് അവയെ നീക്കം ചെയ്യുന്നത് എളുപ്പത്തിൽ അംഗീകരിക്കില്ല. പകരം സ്വകാര്യ ഒത്തുചേരലുകളിലൂടെയോ രഹസ്യ മതപരമായ പരിപാടികളിലൂടെയോ അല്ലെങ്കിൽ പൊതുപരിശോധനയെ ഭയപ്പെടാതെ ആശയവിനിമയം നടത്താനും അവരുടെ ചിഹ്നങ്ങൾ പങ്കിടാനും കഴിയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയോ രഹസ്യമായി അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാനുള്ള വഴികൾ അവർ കണ്ടെത്തിയേക്കാം. പലതരത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ അണ്ടർഗ്രൗണ്ട് ആക്ടിവിറ്റീസ് കൂടുതൽ പ്രകടമായേക്കാം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രഹസ്യമായി അഭിവൃദ്ധി പ്രാപിച്ചതുപോലെ മതസമൂഹങ്ങൾ അവരുടെ ചിഹ്നങ്ങളും സ്വത്തുങ്ങളും വീണ്ടെടുക്കാൻ പുതിയ വഴികൾ കണ്ടെത്തിയേക്കാം. ചിഹ്നങ്ങളും മതപരമായ ആചാരങ്ങളും പൊതുജനങ്ങളുടെ കണ്ണിൽ നിന്ന് അകറ്റി നിർത്തുന്ന രഹസ്യ സമൂഹങ്ങളോ ചെറുതും മറഞ്ഞിരിക്കുന്നതുമായ മതപരമായ ശൃംഖലകളോ തഴച്ചു വളരാൻ തുടങ്ങിയേക്കാം. മതപരമായ ചിഹ്നങ്ങൾക്കുള്ള നിയന്ത്രണം എത്രത്തോളം ആഴത്തിലാകുന്നുവോ അത്രത്തോളം ഈ ചിഹ്നങ്ങൾ വിലമതിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. കൂടാതെ മതപരമായ ആവിഷ്കാരത്തിന്റെ സ്വഭാവം കൂടുതൽ വ്യക്തിഗതമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മതപരമായ ചിഹ്നങ്ങളെ പൊതുസ്വത്വത്തിന്റെ ഭാഗമായി കാണുന്നതിന് പകരം ആളുകൾ അവയെ വിശ്വാസത്തിന്റെ കൂടുതൽ അടുപ്പമുള്ളതും വ്യക്തിപരവുമായ അടയാളങ്ങളായി കണക്കാക്കാൻ തുടങ്ങിയേക്കാം. ആഭരണങ്ങൾ, ടാറ്റുകൾ, മറ്റു ചിഹ്നങ്ങൾ എന്നിവ വ്യക്തിക്ക് അടുത്തുള്ളവർ മാത്രം കാണുന്ന പ്രിയപ്പെട്ട വസ്തുക്കളായി മാറിയേക്കാം. ഈ അർത്ഥത്തിൽ മതപരമായ ചിഹ്നങ്ങൾക്ക് ഊന്നൽ നൽകുന്നത് പൊതു ആവിഷ്കാരത്തിൽ നിന്ന് വ്യക്തിപരവും വ്യക്തിഗതവുമായ ബന്ധത്തിലേക്ക് മാറും. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ ക്ഷേത്രങ്ങൾ, പള്ളികൾ, ഗുരുദ്വാരകൾ എന്നിവ സന്ദർശിക്കുന്ന മതപരമായ ടൂറിസം വ്യവസായം ഒരു വലിയ മേഖലയാണ്. വാരണാസി, അമൃത്സർ, തിരുപ്പതി തുടങ്ങിയ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ഉയർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു. കൂടാതെ ഇന്ത്യയിലെ വിവിധ മതവിഭാഗങ്ങളുടെ പ്രധാന സാംസ്കാരിക ചിഹ്നങ്ങളുമാണ്. പൊതുസ്ഥലങ്ങളിൽ മതപരമായ ചിഹ്നങ്ങൾ നിരോധിച്ചാൽ ആദ്യത്തെ പ്രത്യാഘാതങ്ങളിലൊന്ന് മതപരമായ വിനോദസഞ്ചാര മേഖലയിൽ അനുഭവപ്പെടും. ഇത് ഇന്ത്യയുടെ തീർത്ഥാടന സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുമെന്ന് ഇതിനകം കാണാൻ കഴിയും. ലോകമെമ്പാടുമുള്ള സന്ദർശകർ ഇന്ത്യയുടെ ആഴത്തിലുള്ള ആത്മീയ പാരമ്പര്യങ്ങൾ അനുഭവിക്കാൻ യാത്ര ചെയ്യുന്നു. ഹിന്ദു ക്ഷേത്രങ്ങളിലെ അഗ്നി, പള്ളികളിൽ നിന്നുള്ള പ്രാർത്ഥന, സിഖ് മതത്തിലെ ഗുരു ഗ്രന്ഥ് സാഹിബ്, ക്രിസ്ത്യൻ പള്ളികളിലെ കുരിശുകൾ തുടങ്ങിയ രാജ്യത്തെ പ്രശസ്തമായ വിശ്വാസ ചിഹ്നങ്ങളുമായി ബന്ധപ്പെടാൻ അവർ പലപ്പോഴും ആഗ്രഹിക്കുന്നു. ഈ മതചിഹ്നങ്ങൾ അമൂർത്തമായ പ്രാതിനിധ്യം മാത്രമല്ല, ഇന്ത്യയിലെ മതപരമായ ടൂറിസത്തിന്റെ അനുഭവത്തിന്റെ ഭാഗമാണ്. അത്തരം ചിഹ്നങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിരവധി വിനോദസഞ്ചാരികളെ ഈ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചേക്കാം. പ്രത്യേകിച്ച് ചിഹ്നങ്ങളും ആളുകളും തമ്മിലുള്ള ആഴത്തിലുള്ള ആത്മീയ ബന്ധം മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർ. നിരോധനം മതപരമായ ടൂറിസത്തിന് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. തങ്ങളുടെ വിശ്വാസ ചിഹ്നങ്ങളുമായി ശക്തമായ വൈകാരിക ബന്ധം അനുഭവിക്കുന്ന തീർത്ഥാടകർക്ക് അവരുടെ വിശ്വാസങ്ങൾ പ്രകടിപ്പിക്കാനും ആചരിക്കാനുമുള്ള കഴിവ് പരിമിതപ്പെടുത്തുന്ന ഒരു രാജ്യത്ത് ഒഴിവാക്കപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്തതായി തോന്നിയേക്കാം. അമൃത്സറിലെ സുവർണ ക്ഷേത്രം, കേരളത്തിലെ ശബരിമല, അജ്മീർ ഷെരീഫ് ദർഗ തുടങ്ങിയ പ്രധാന മതസ്ഥലങ്ങൾ ആത്മീയ സങ്കേതങ്ങൾക്ക് പകരം കൂടുതൽ നിയന്ത്രിത മേഖലകളായി മാറിയേക്കാം. വിശ്വാസത്തിന്റെ തുറന്ന ആവിഷ്കാരത്തെ ആശ്രയിക്കുന്ന അവരുടെ സാംസ്കാരിക സമ്പന്നതയെ ഇത് കുറച്ചേക്കാം. കൂടാതെ സ്വത്വത്തിനും അംഗീകാരത്തിനുമായി തങ്ങളുടെ ചിഹ്നങ്ങളെ ആശ്രയിക്കുന്നതിനാൽ ഇന്ത്യയിലെ ചെറിയ മതസമൂഹങ്ങൾക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ കൂടുതൽ തീവ്രമായി അനുഭവപ്പെടും. സുവർണ ക്ഷേത്രത്തിലെ ഒരു സിഖ് തീർത്ഥാടകന് അവരുടെ കിർപ്പാനോ തലപ്പാവോ ധരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് സ്വത്തും നഷ്ടപ്പെട്ടതായി തോന്നിയേക്കാം. അതേസമയം ജമാ മസ്ജിദിലോ നിസാമുദ്ദീൻ ഔലിയയുടെ ആരാധനാലയത്തിലോ ഉള്ള ഒരു മുസ്ലിം തീർത്ഥാടകന് അവരുടെ മതപരമായ വസ്ത്രധാരണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലൂടെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മതപരമായ ഉത്സവങ്ങളും ബാധിച്ചേക്കാം. ദീപാവലി, ഈദ്, ക്രിസ്മസ്, ബൈസാഖി തുടങ്ങിയ ആഘോഷങ്ങളിൽ പലപ്പോഴും വിശ്വാസത്തിന്റെയും ആചാരങ്ങളുടെയും പൊതുപ്രദർശനങ്ങൾ ഉൾപ്പെടുന്നു. അത്തരമൊരു നിരോധനത്തിന് കീഴിൽ ഈ ഉത്സവങ്ങൾ സജീവമാകാതിരിക്കുകയും സന്ദർശകരെ ആകർഷിക്കാതിരിക്കുകയും ചെയ്തേക്കാം. ഇന്ത്യയിലെ മതപരമായ വിനോദസഞ്ചാരം പ്രാദേശിക തീർത്ഥാടകരെ മാത്രമല്ല, രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന മതങ്ങളിൽ താൽപ്പര്യമുള്ള അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളെയും ആകർഷിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നതും നിർണായകമാണ്. പൊതുമത ചിഹ്നങ്ങൾ നിരോധിക്കുന്നത് വിവിധ വിശ്വാസങ്ങളുടെ സ്ഥലമെന്ന നിലയിൽ ഇന്ത്യയുടെ അതുല്യമായ സ്വത്വത്തെ ദുർബലപ്പെടുത്തുകയും
മതപാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ അനുഭവങ്ങൾക്കായി തിരയുന്ന അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും ചെയ്യും. ഇന്ത്യയിലെ പൊതുസ്ഥലങ്ങളിൽ മതചിഹ്നങ്ങൾ നിരോധിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ഗണ്യവും വ്യാപകവുമായിരിക്കും. മറഞ്ഞിരിക്കുന്ന ആചാരങ്ങളിലൂടെയോ അവരുടെ വിശ്വാസങ്ങളുടെ വിവേകപൂർണമായ അടയാളങ്ങളിലൂടെയോ ആളുകൾ നേരിടാൻ വഴികൾ കണ്ടെത്തിയേക്കാം. പക്ഷേ മതപരമായ സ്വത്വത്തിന്റെ തുറന്ന ആവിഷ്കാരം എന്നേക്കുമായി മാറും. മതേതരത്വത്തിലേക്കുള്ള നീക്കം സിദ്ധാന്തത്തിൽ നല്ലതായി തോന്നുമെങ്കിലും വ്യക്തികൾ സ്വകാര്യ വിശ്വാസങ്ങളിലേക്ക് പിൻവാങ്ങുമ്പോൾ അത് യഥാർത്ഥത്തിൽ വിഭജനം വർദ്ധിപ്പിക്കും. ഇത് വിഭജനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തിന് വിരുദ്ധമാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെയും സാംസ്കാരിക സ്വത്വത്തിന്റെയും സുപ്രധാന ഭാഗമായ മതപരമായ വിനോദസഞ്ചാരം വലിയ തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ഇന്ത്യയിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന ഊർജ്ജസ്വലമായ മതജീവിതവും ചിഹ്നങ്ങളും കുറയുകയും രാജ്യത്തിനകത്തും പുറത്തുമുള്ള വിനോദസഞ്ചാരികൾ കുറയുകയും ചെയ്യും. ഒടുവിൽ പൊതു ഇടങ്ങളിൽ മതചിഹ്നങ്ങൾ നിരോധിക്കുന്നത് ഒരു ഉപരിതല മതേതരത്വം സൃഷ്ടിച്ചേക്കാം. പക്ഷേ അത് കൂടുതൽ സാമൂഹിക വിഭജനങ്ങളിലേക്കും രഹസ്യമായ മതപരമായ ആചാരങ്ങളിലേക്കും നൂറ്റാണ്ടുകളായി ഇന്ത്യയുടെ സവിശേഷതയായ സമ്പന്നമായ സാംസ്കാരിക സ്വത്വത്തിന്റെ തകർച്ചയിലേക്കും നയിച്ചേക്കാം. മതചിഹ്നങ്ങൾ അതിന്റെ സാമൂഹികവും സാംസ്കാരികവുമായ ഘടനയുടെ താക്കോലായ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു തീരുമാനം രാജ്യത്തെ പ്രവചനാതീതമായ രീതിയിൽ പരിവർത്തനം ചെയ്യും. ഈ വീഡിയോയോട് വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.